അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. അപ്പോൾ ഞങ്ങളുടെ അധരങ്ങളിൽ ചിരിയും നാവുകളിൽ സ്തുതിഗീതങ്ങളും നിറഞ്ഞു. കർത്താവ് തങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകൾക്കിടയിൽ സംസാരമുണ്ടായി. കർത്താവിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദക്ഷിണദേശത്തെ ജലപ്രവാഹം പോലെ കർത്താവ് ഞങ്ങളുടെ അടിമത്തം നീക്കിക്കളഞ്ഞു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. വിത്ത് ചുമക്കുന്നവൻ ദുഃഖത്തോടെ നടക്കുന്നു. കറ്റ് ചുമക്കുന്നവൻ സന്തോഷത്തോടെ വരുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കം മുഴുവൻ നിഷ്ഫലമാകുന്നു. അതിരാവിലെ ഉണരുന്നതും താമസിച്ച് ഉറങ്ങുന്നതും ആഹാരത്തിനായി അധ്വാനിക്കുന്നതും വ്യർത്ഥമാകുന്നു. കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് നിദ്ര നൽകുന്നു. മക്കൾ കർത്താവിന്റെ അവകാശമാകുന്നു. ഉദരഫലങ്ങൾ അവിടുത്തെ സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കൈകളിലെ അസ്ത്രങ്ങൾ പോലെയാകുന്നു. അവരെ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യമുള്ളവരാകുന്നു. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളോട് പൊരുതുമ്പോൾ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിനെ ആദരിക്കുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. മനുഷ്യ, നിന്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമ്പോൾ നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ ഭവിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ
ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഇസ്രായേൽ ഇപ്രകാരം പറയട്ടെ, എന്റെ ചെറുപ്പം മുതൽ ശത്രുക്കൾ വർദ്ധിച്ചു വന്നു. ബാല്യം മുതൽ എന്നെ ഉപദ്രവിക്കുന്നവർ വർദ്ധിച്ചു വന്നു. എങ്കിലും എന്റെ ശക്തി ഉല്ലംഘിക്കാൻ കർത്താവ് നീതി. സിഹിയോനെ ഇവർ കാറ്റൂതുമ്പോൾ അത് വേരറ്റ് വാടിപ്പോകുന്നു. കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല, കറ്റുകെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ കർത്താവേ ആർക്കു രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാണല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം മുതൽ പ്രഭാതം വരെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. ഇസ്രായേൽ അവിടുത്തെ കാത്തിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. കർത്താവേ, എന്റെ ഹൃദയം അഹങ്കരിച്ചില്ല, കണ്ണുകളിൽ അഹന്ത നിഴലിച്ചില്ല. എന്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ വ്യാപരിച്ചില്ല. അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. ഇസ്രായേൽ ഇന്നും എന്നേക്കും കർത്താവിനെ കാത്തിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ജീവിതാന്തത്തെ പറ്റി ഓർത്താൽ നീ പാപം ചെയ്യുകയില്ല. ദുർഭകയാമെന്നാത്മാവി അനുതാപത്തോടുണരൂ നീ. എത്ര ദിനം നീ പാപത്തിൻ ചേരിൽ പൂണ്ടുകിടന്നിടും. വിധിയുടെ നാഴിക എന്നതുപോൽ ഭയപൂരിതയായി വിറകൊള്ളു. മരണം വാതിലിലെത്തുകയാൽ പശ്ചാത്താപമെന്നിടൂ. കർത്താവേ, എന്നിൽ കനിയണമേ. എന്നാത്മാവേ, തിരുനാഥൻ ഭരമേൽപ്പിച്ചൊരു കക്രാനി പാപഭരത്താൽ പാഴാക്കി. പ്രതിഫലമെന്തു ലഭിച്ചിടും? അലിവോടു നിന്നെ മനഞ്ഞവനാം നാഥൻ നിൻ പരിപാലകനും. തിരുമുൻപിൽ നീ കരുണയ്ക്കായി പ്രാർത്ഥിച്ചിടുകയനവരതം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉപവാസത്താൽ പ്രാർത്ഥനയാൽ നിന്നുടെ മുറിവുകൾ സുഖമാക്കൂ. ശുദ്ധി നിനക്കു പകർന്നിടാൻ നാഥനോടർത്തന ചെയ്തിടൂ. അനുതാപത്തിനു ചേർന്ന വിധം യാചനയും ചുടുകണ്ണീരും തിരുസന്നിധിയിൽ അണച്ച നിശം കരുണ ലഭിക്കാനർത്ഥിക്കൂ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദിക
ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാപൂർവം തിരുസന്നിധിയിലെത്താം. സങ്കീർത്തനങ്ങളാൽ അവിടുത്തെ പാടിപ്പുകഴ്ത്താം. വരുവിൻ നമുക്ക് അവിടുത്തെ കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിനെ വാഴ്ത്താം. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാകുന്നു നമ്മുടെ ദൈവം. അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ നാം അവിടുത്തെ ജനമാണ്, മേച്ചിൽപ്പുറത്തെ അജഗണവും. അവിടുത്തേക്കെതിരായി പിറുപിറുക്കരുതേ. മരുഭൂമിയിലെ പരീക്ഷണകാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം എന്റെ പ്രവൃത്തികൾ പരീക്ഷിച്ചറിഞ്ഞു. കോപത്തിൽ ഞാൻ ശപഥം ചെയ്തു, എന്റെ വിശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാവന ഹൃദയത്തിൻ നിർമ്മല ചൈതന്യം വാഗ്മയ പ്രാർത്ഥനയെ വെന്നിടുമെന്നാളും. നിർമ്മല ഹൃദയമോടെ ആബേലേകുകയാൽ അവരുടെ ബലിദൈവം മുദമൊടു കൈക്കൊണ്ടു. ഹൃദയ വിചാരങ്ങൾ ചെയ്തികളായി മാറും. സോദരഘാതകനായി കായേൻ തീർന്നില്ലേ. പ്രാർത്ഥനയോടെന്നും ചേർക്കുക സൽകൃത്യം. നാഥൻ കരുണയോടെ പ്രീതി ചൊരിഞ്ഞിടും. ആശ്രയഹീനന്മാർ അരുളും സേവനവും പ്രാർത്ഥനയായി നിത്യം ദൈവം കൈക്കൊള്ളും. താതനും ആത്മജനും പാവനറൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഒരുപോലെന്നേക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെപ്പോലെ കഴിഞ്ഞു.
അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ യിസ്ഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ അദൃശ്യ ലക്ഷണങ്ങളും ദൈവത്വവും സൃഷ്ടികളിലൂടെ സംശയാതീതമാം വിധം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ക്ഷണഭംഗുരമായ പുല്ലിനെ പോലും സ്ലേമോനേക്കാൾ അധികമായി അലങ്കരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപുത്രരായി ഞങ്ങളുടെ മേൽ അത്യധികമായ ശ്രദ്ധയും താല്പര്യവും കാണിക്കുന്ന കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യരോടുള്ള വാത്സല്യത്താൽ നീതിനിഷ്ഠർക്കും നീതിരഹിതർക്കും ഒരുപോലെ മഴയും വെയിലും പ്രദാനം ചെയ്യുകയും എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിലത്ത് വീണടിയുന്ന ചെറിയ വിത്തുകളിൽ നിന്ന് പോലും നിരവധി ഫലങ്ങൾ പുറപ്പെടുവിച്ച് എല്ലാറ്റിനെയും പരിപാലിക്കുന്ന കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായിൽ സകലവും അങ്ങയോട് രമ്യതപ്പെടുത്തി എല്ലാറ്റിനെയും പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും